ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. നമുക്കറിയാം, യേശു സ്നാനപ്പെട്ടതിന് ശേഷം യോർദാൻ വിട്ടു മടങ്ങി നേരെ മരുഭൂമിയിലേക്കാണ് പോയത്. 40 ദിവസം അവനെ പിശാച് പരീക്ഷിച്ചെന്നാണ് പറയുന്നത്. നമ്മൾ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ പറയാറുണ്ട്, കർത്താവ് എന്തിനാ എനിക്കിങ്ങനെ പരീക്ഷണം, എന്നെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അങ്ങനെ ചോദിക്കുന്നതോടൊരു കാര്യം ഞാൻ പറയാം, ഒരിക്കലും യേശു കർത്താവ് നിങ്ങളെ പരീക്ഷിക്കത്തില്ല. പക്ഷേ വിശ്വാസത്തിൻ്റെ പരിശോധന ഉണ്ടാകും 100%. പക്ഷേ പരീക്ഷിക്കുന്നത് മുഴുവൻ പിശാച് എത്ര. അവിടെ പറയാം, 40 ദിവസം അവൻ പരീക്ഷിച്ച ശേഷം പിശാച് അവനെ വിട്ടുപോയത്. കാരണം അവൻ പറഞ്ഞ കാര്യത്തിലൊന്നും അവൻ ജയിച്ചില്ല. അതിനുള്ള തക്ക മറുപടി കർത്താവ് കൊടുത്തുകൊണ്ട് ജയിച്ചില്ല, അവനെ വിട്ടുപോയി. ക്രൂശുമരണ ശേഷം ഇവൻ്റെ ഡെഡ് ബോഡി അരിമത്തിക്കാരനെ യോസഫിൻ്റെ കല്ലറയിൽ വെക്കുമ്പം പിശാച് വിചാരിച്ച് അവിടെ കൊണ്ട് തീർന്നത്. പക്ഷേ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് പിശാചിൻ്റെ തലയെ തകർത്ത് ആയുധവർഗം വെപ്പിച്ച് ജയോത്സവം കർത്താവ് കൊണ്ടാടി. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരു പ്രതിസന്ധിയിലാണെങ്കിൽ നിങ്ങൾ ജയിച്ചവൻ്റെ കൂടെയാണ് ഇരിക്കുന്നത്, തോറ്റവൻ്റെ കൂടെയല്ല, പരീക്ഷിക്കുന്നവൻ്റെ കൂടെയല്ല നിങ്ങൾ ഇരിക്കുന്നത്, ജയിച്ചവൻ്റെ കൂടെയാണ് നിങ്ങൾ ഇരിക്കുന്നത്. എന്നോട് ഒപ്പം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. തല തകർന്നവൻ്റെ കൂടെ അല്ല, തല തകർത്തവൻ്റെ കൂടെയാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ജയമുണ്ട്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.